ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കപ്പലുകളിൽ 2 ഇന്ത്യൻ ടാങ്കറുകളും ഇന്ത്യൻ പതാകയുള്ള ഒരു LNG ടാങ്കറും എണ്ണ ടാങ്കറുമാണ് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ച് ഇറാൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. ഇറാന്റെ പട്ടികയിലുള്ള ചില കപ്പലുകൾ ഇന്ത്യയിലേക്ക് ചരക്കെത്തിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ പതാകയുള്ള ടാങ്കറുകളാണെന്നും സൂചനയുണ്ട്. ഒരു പാകിസ്ഥാനി ടാങ്കറും ഇറാൻ തയ്യാറാക്കിയ പട്ടികയിലുണ്ട്. ഹോർമൂസ് തുറക്കുന്നതിൽ ചർച്ച നടക്കുമ്പോഴാണ് 2 ഇന്ത്യൻ ടാങ്കറുകളടക്കം 50 ചരക്കു കപ്പൽ ഇറാൻ കടലിടുക്ക് കടക്കാൻ അനുമതിയില്ലാത്തവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അതേസമയം തങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക യുദ്ധവും യഥാർത്ഥ യുദ്ധമായി കണക്കാക്കി നേരിടുമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. സാമ്പത്തിക ഉപരോധവുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും ദേശീയ താൽപര്യം മുൻനിർത്തി നിലപാടെടുക്കുമെന്ന് ഇറാൻ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ മറ്റാരെങ്കിലും നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ മേഖലയിലെ രാജ്യങ്ങളെ സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് ഖത്തർ പ്രതികരിച്ചു. ഹോർമൂസ് തുറക്കുന്നതിന് പകരമായി ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുന്ന സമാധാന ഫോർമുല അമേരിക്ക ഇറാന് മുന്നിൽ വെച്ചതായി അൽ അറബിയ റിപ്പോർട്ട് ചെയ്തു. ഹൂതികൾ, ഹിസ്ബുള്ള എന്നിവർക്കെതിരെയുള്ള നടപടി ഉൾപ്പെടെ നിർത്തിവെക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാന്റെ എല്ലാ വരുമാന മാർഗങ്ങളും അടയ്ക്കുന്ന തരത്തിലാണ് അമേരിക്കയുടെ സാമ്പത്തിക നടപടികൾ വരാനിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഇറാനുമേൽ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ചെലുത്തുന്നതിനിടെ അമേരിക്കയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി ഇറാനെ അടിച്ചമർത്താനുള്ള അമേരിക്കയുടെ നീക്കം മുൻപ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതുപോലെ തന്നെ ഇത്തവണയും നിഷ്ഫലമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും പരസ്പര ധാരണകളിലൂടെയും പരിഹരിക്കാനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സാമ്പത്തിക ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ ഇറാൻ തലകുനിക്കില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മുൻപ് നേരിട്ട പ്രതിസന്ധികളെ പോലെ തന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും രാജ്യം ശക്തമായി നേരിടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ഭരണകൂടം ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പ്രതികരണം. സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിലുള്ള ശക്തമായ ഉപരോധ നടപടികൾ ഇറാനുമേൽ ചുമത്തുമെന്നും മറ്റ് രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാകുമെന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഒമാനുമായുള്ള താൽക്കാലിക സമുദ്രപാത തുറന്നാലും ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കും. ഇറാന്റെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹോർമൂസ് എന്നും പുതിയ ധാരണ പ്രകാരം പേർഷ്യൻ ഉൾക്കടലിലേക്കുള്ള പ്രവേശന പാത ഇറാനിയൻ ജലാശയത്തിലൂടെയും പുറത്തേക്കുള്ള പാത ഒമാൻ പ്രാദേശിക ജലാശയത്തിലൂടെ ആയിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇറാന്റെ എണ്ണ പെട്രോ കെമിക്കൽ വ്യാപാരങ്ങൾക്ക് സഹായം നൽകിയതിന് 4 ഇന്ത്യൻ കമ്പനികൾക്കും 3 ഇന്ത്യൻ പൌരന്മാർക്കുമെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ ഭരണകൂടത്തിലെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ആരംഭിച്ച ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്ന പുതിയ നടപടിയുടെ ഭാഗമായാണ് ഈ തീരുമാനം. ഇതിനു പുറമെ ഈ കമ്പനികളുമായി നേരിട്ട് ബന്ധമുള്ള 3 ഇന്ത്യൻ പൌരന്മാർക്കെതിരെയും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകദേശം $119 ദശലക്ഷം ഇറാനിയൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സഹായിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന ആരോപണം. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ദിവസം ഉപരോധം ഏർപ്പെടുത്തിയ 60 വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കപ്പലുകൾ എന്നിവയുടെ വിശാലമായ പട്ടികയുടെ ഭാഗമായാണ് ഈ ഇന്ത്യൻ കമ്പനികളും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നുള്ള പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ബോധപൂർവം വാങ്ങുകയോ വിൽക്കുകയോ വിപണനം നടത്തുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന അമേരിക്കയുടെ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇറാനുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുമെന്ന് അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പെട്ടെന്നൊരു നടപടി ഉണ്ടാകില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പുതിയ ഉപരോധത്തോടെ ഇറാനെതിരെയുള്ള സാമ്പത്തിക നടപടികൾ അമേരിക്ക കൂടുതൽ കർശനമാക്കുകയാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.